ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മക്കളെ, ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാടാകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നൊരു വീഡിയോയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്താകട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്താകട്ടെ, പലരും പല ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന്, എൻ്റെ സ്പീഡ് കുറവാണ്, എനിക്ക് എങ്ങനെ എൻ്റെ കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? അതുപോലെ എനിക്ക് നല്ലതുപോലെ പഠിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ മറവി അതിനേക്കാൾ അപ്പുറത്താണ്. എനിക്ക് ഈ മറവി ഇല്ലാതെ അല്ലെങ്കിൽ സംശയത്തിനുള്ളതാകുന്ന പഴുതുകളില്ലാതെ എനിക്ക് നല്ലതുപോലെ എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും? എന്താണ് ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി? എങ്ങനെയാണ് ഈ പറയുന്ന സിലബസ് ഞാൻ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ സിലബസിനെ എങ്ങനെ സമീപിക്കണം? എൻ്റെ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഇന്ന് ഉത്തരം കിട്ടും. ഓക്കെയാണ്, ശരി. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. മക്കളെ, പ്രധാനമായിട്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടതാകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, സിലബസ് ആകുന്നവനെ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സിലബസിനെ മനസ്സിലാക്കി പഠിക്കാനിരിക്കേണ്ടതെന്നുള്ളത് നമുക്ക് സംസാരിക്കണം. അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് ചർച്ച ചെയ്യണം. അതുപോലെ എന്തായാലും ഞാൻ പഠിക്കാൻ വേണ്ടി തുനിഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലതുപോലെ തന്നെ എനിക്ക് പഠിക്കണമെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആകുന്ന പഠിക്കാനുള്ള വഴി ഏതാണെന്ന് നമുക്ക് ചർച്ച ചെയ്യണം. അതുപോലെ പഠിക്കാൻ വേണ്ടി ഞാൻ ഏറ്റവും എഫക്റ്റീവ് ആകുന്ന രീതി തന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എങ്കിൽ രീതി തിരഞ്ഞെടുത്തു, സ്ട്രാറ്റജി അപ്പോഴും എടുത്തിട്ടില്ല. സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താ? ഞാൻ എപ്പോൾ പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇങ്ങനെയേ പഠിക്കൂ എന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി നമ്മൾ സിലബസിനകത്ത് നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. ആദ്യമേത്, രണ്ടാമതേത്, അതാണ് ഈ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എന്താ പറയുന്നത്, കുറച്ച് ടിപ്പുകളും ട്രിക്കുകളും വേണം നമുക്ക് ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവിനകത്തേക്ക് വരുമ്പോൾ. ശരിയാ, ഈ പറയുന്നവനെ ആദ്യമേ നല്ലതുപോലെ പഠിച്ചു വെച്ചാൽ പിന്നീട് അങ്ങോട്ട് ഓരോ ടോപ്പിക്കിനകത്തൂടെയും കടന്നു പോകുമ്പോൾ ഇവനെ എടുത്ത് ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് പഠിച്ചു പോയാൽ പോരെ. അതായത് ഇവൻ പഠിച്ചു വെച്ച് കഴിഞ്ഞു, ഇവനെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അതായത് ആദ്യമേ പഠിച്ചു വെച്ചാൽ പിന്നീട് അങ്ങോട്ട് പ്രാക്ടീസ് ആയിരിക്കും. ശരിയല്ലേ? അതാണ് കഥ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, എങ്ങനെയാണ് ഏറ്റവും നല്ലതാകുന്ന രീതിയിൽ ഒരു റിവിഷൻ കണ്ടക്ട് ചെയ്യേണ്ടത് എന്ന് കൂടി പറയണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് ഇവിടുന്ന് പോകാവും. ഓക്കെയാണ്, ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ എൻ്റെ ഒരു ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. എന്തുകൊണ്ടാണ് എല്ലാ ആളുകളും ഇത്രമേൽ ഒരു ഒരു ആവലാതിയോടെ ഈ ഒരു മാത്സിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ഇത്രമേൽ ചോദിക്കുന്നതെന്നറിയാം? ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഷുവർ ഷോട്ട് മേഖലയാണ് ഈ സാധനം. എന്താടാ, ഇതൊരു ഷുവർ ഷോട്ട് മേഖലയാണ്. എന്താ ഈ ഷുവർ ഷോട്ട് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്? കൃത്യമാകുന്ന രീതിയിൽ സംശയങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ പഴുതുകൾ മൊത്തമായും അടച്ച് നല്ല വൃത്തിയായി പഠിച്ച് പരീക്ഷയ്ക്ക് പോയി ഇരുന്നാൽ നമുക്ക് ഏറ്റവും കൂടുതലാകുന്ന മാർക്ക് സ്കോർ ചെയ്ത് കിട്ടുന്ന ഒരു മേഖലയാണ് ഏത്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അത് മാത്രമാണോ ഇതിൻ്റെ പ്രധാനപ്പെട്ടതാകുന്ന ചോദ്യം? അല്ല മക്കളെ. ഓരോ പരീക്ഷയ്ക്കകത്തും ഇപ്പോൾ കേരള PSC എന്ന് പറയുന്ന പരീക്ഷ പരിഗണിച്ചാൽ ചിലപ്പോൾ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളെ കാണുള്ളൂ മാത്സിൽ നിന്ന്. അതേസമയം SSC RRBയുടെ ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 മുതൽ 30 വരെ, 100 ചോദ്യങ്ങളിലെ 30% വരെയാകുന്ന ഭാഗം ഈ പറയുന്ന RRB SSC പരീക്ഷകൾക്ക് വരുന്നുണ്ട്. അതുപോലെ കേരള PSC പരീക്ഷയ്ക്ക് ജസ്റ്റ് 10% ഉള്ളൂ. 10% ആണെങ്കിലും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, പേടിയാണ്. എന്താ സാധനം, എന്താ കാര്യം? മക്കളെ, ഷുവർ ഷോട്ട് മേഖലയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അത്രമേൽ പ്രധാനപ്പെട്ടതാകുന്ന ആളാണ് ഓരോ മാർക്കും. ഓരോ മാർക്ക് അധികം കിട്ടിയ അത്രമേൽ റാങ്കുകൾ മുമ്പിലേക്കും, ഓരോ റാങ്കുകൾ പുറകിലേക്ക് പോയാൽ അത്രമേൽ നമ്മുടെ റാങ്കുകൾ പുറകിലേക്കുമാണ് പോകുന്നത്. ജോലി കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഏറ്റവും വേഗത്തിൽ തന്നെ ആക്കണം, ഏറ്റവും പെട്ടെന്ന് തന്നെ ആക്കണമെങ്കിൽ കയ്യിലുള്ള ഓരോ മാർക്കും നഷ്ടപ്പെടാതിരിക്കാനും പഠിക്കണം. അതുപോലെ അധികമാകുന്ന എന്തെങ്കിലും ഒരു മാർക്കാണെങ്കിലും വേണ്ടിയില്ല, അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കാനും പഠിക്കണം. ഈ ഒരു പ്രശ്നമാണ്, ഈ ഒരു പേടിയാണ് നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇത്തരത്തിലാകുന്ന ഒരു ചോദ്യം, ഇത്രമേൽ ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രമായിട്ട് ചോദിക്കപ്പെടുന്നത്. ശരിയല്ലേ? എല്ലാ പ്രശ്നത്തിനും പരിഹാരം പറഞ്ഞു തരാം. നോക്കേടാ, ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും അവൻ്റെ സിലബസ് എന്താണെന്ന് നല്ലതുപോലെ നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ഈ സിലബസ് എന്ന് പറയുമ്പോൾ ഒരു പരീക്ഷ അങ്ങോട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒഫീഷ്യലാകുന്ന വെബ്സൈറ്റിനകത്ത് നമുക്കൊരു PDF ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുമായിരിക്കും. ആ PDFനകത്ത് കയറുമ്പോൾ ഇന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. എടുക്കുന്നു, നോക്കുന്നു, മടക്കി വെക്കുന്നു. അതാണ്, എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് എന്താ ചെയ്യേണ്ടത് മക്കളെ, കൃത്യമായും ആ സിലബസ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവനെ ക്ലാസിഫൈ ചെയ്യണം. അതായത് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം ഞാൻ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഏത്, രണ്ടാമത് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഏത്, മൂന്നാമത് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഏത് എന്ന് അതിനെ തരംതിരിച്ചു മാറ്റാൻ അറിയണം. അങ്ങനെ തരംതിരിച്ച് മാറ്റണമെന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പരീക്ഷയ്ക്ക് എനിക്ക് വരാൻ സാധ്യതയുള്ളതാകുന്ന ക്വസ്റ്റ്യനുകളുടെ ലെവൽ എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം.
അതുപോലെ ഓരോ പരീക്ഷയ്ക്കും ആ ലെവലുകളോടൊപ്പം തന്നെ എത്ര മാർക്കിലാണ് ഓരോ ചോദ്യങ്ങളും വരിക, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ വരിക എന്നും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതായത് ലെവൽ അറിഞ്ഞ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞ് ക്ലാസിഫൈ ചെയ്യണമെന്നർത്ഥം. ഓക്കെ ആണോ? അങ്ങനെ ലെവൽ അറിയണം, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എത്രയെന്ന് അറിയണം എന്നാണെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ട്രൂ സിലബസ് ആകുന്ന ആളിനെ വേണം ആദ്യം നോക്കാൻ. എന്താ ചെയ്യേണ്ടത്? ട്രൂ സിലബസ്. ഇവനെ ജസ്റ്റ് ഒന്ന് വായിച്ചോ, ആ PDF എടുത്തൊന്ന് വായിച്ചോ. പക്ഷേ നിങ്ങളുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കണം? ട്രൂ സിലബസ് ആകുന്ന ആളിൽ നിന്നായിരിക്കണം. ആരാടാ ട്രൂ സിലബസ്? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പുറകിലേക്കുള്ള ഒരു 3, 4, 5 ആകുന്ന ചോദ്യ പേപ്പറുകൾ, മുൻ വർഷങ്ങളിൽ ഒരു 4, 5 ചോദ്യ പേപ്പർ എടുക്കുക. അതിനകത്ത് ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യത്തിനും ഉത്തരങ്ങൾ എഴുതി അടിവരയിട്ട് പഠിക്കാനല്ല പറഞ്ഞത്, മറിച്ച് ഏത് ലെവൽ വരെ പോകുന്നതായ ചോദ്യങ്ങൾ, എത്ര എണ്ണം ചോദ്യങ്ങൾ ഓരോ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് കണ്ണുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കേണ്ടത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി. സിലബസ് എന്ന് പറയുന്നവനെ എങ്ങനെ തിരിച്ചറിയണം? പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ, ആ ചോദ്യ പേപ്പറിലൂടെ ക്വസ്റ്റ്യൻ്റെ ലെവലും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അറിഞ്ഞു വേണം ഞാൻ തീരുമാനമെടുക്കാൻ. അതിനുശേഷം ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ എങ്ങനെ വേണം ക്ലാസിഫൈ ചെയ്ത് വെക്കാൻ. ഒരു സാമ്പിൾ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം. എന്താ, ഞാൻ ലെയർ 1, ലെയർ 2, ലെയർ 3 എന്ന് 3ആയിട്ട് ഞാൻ ക്ലാസിഫൈ ചെയ്തു. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, ആദ്യം പഠിക്കേണ്ടതാകുന്ന കാര്യങ്ങൾ ഇതാണ്. അതായത് എലമെൻ്ററി ആകുന്ന കാര്യങ്ങൾ ഇതാണ്, അല്ലെങ്കിൽ ബേസിക്സ് ആകുന്ന കാര്യങ്ങൾ ഇതാണ്. ഇവനെ അറിയാതെ ഇപ്പുറത്തേക്ക് വരാൻ പറ്റില്ല. ഓക്കെ, ഇവന്മാരെ അറിയാതെ ഇപ്പുറത്തേക്ക് വരാൻ പറ്റില്ല. ഓക്കെ ആണോ? അതായത് ഈ ഒരു സാധനം എന്താണ് എന്ന് കൃത്യമായി പഠിച്ചാൽ ഇവനെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ചെയ്തു പോകേണ്ട രണ്ടാമത്തെ ലെയറിലുള്ള സാധനങ്ങളെ കണ്ടോ. ഇനി ഇത് രണ്ടും അറിഞ്ഞാൽ കൃത്യമായിട്ട് കാൽക്കുലേഷൻസ് ഒക്കെ അറിയാവുന്ന ഒരു ലോജിക്കുള്ള അത്യാവശ്യം മൂളയുള്ള ഒരാളായി മാറി ഞാൻ. അങ്ങനെയാകുന്ന ഒരാളിലേക്ക് എത്തപ്പെടേണ്ടതാകുന്ന ലെയർ 3യിലെ ക്വസ്റ്റ്യൻസ് അതായി കിടക്കുന്നത്. ഓക്കെ ആണോ? ലെയർ 3 എന്ന് പറയുന്ന ഭാഗമാണ് ഈ കിടക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സിലബസ് ആകുന്നവനെ മനസ്സിലാക്കണം. അതിനൊരു PDF കിട്ടി, നമ്മളത് വായിച്ചു എന്ന് പറഞ്ഞു. എന്നിരുന്നാലും നമ്മൾ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ അനാലിസിസ് കൃത്യമായിട്ട് നോക്കിയപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ലെവലും മനസ്സിലായി, മാർക്ക് ഡിസ്ട്രിബ്യൂഷനും മനസ്സിലായി. ഇത് ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം തിരികെ ഇങ്ങോട്ടേക്ക് തന്നെ പാടാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു ലെയർ 1, ലെയർ 2, ലെയർ 3 എന്ന് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ എലമെൻ്ററി ആകുന്നത് അല്ലെങ്കിൽ ബേസിക്സ് ആകുന്ന കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇതിൽ നിന്ന് മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതറിയാമെങ്കിൽ മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ടാമത്തെ ലെയർ ഇവിടെയുണ്ട്. ഇവനെ അറിയാം, ഇവനെയും അറിയാം എന്നാണെങ്കിൽ ഒരാൾ ഒരു നല്ല ലെവലുള്ള ആളായി. അങ്ങനെ ഒരു ലെവൽ കീപ്പ് ചെയ്യുന്ന ഒരാളിലേക്ക് എത്തപ്പെടേണ്ടതാകുന്ന മൂന്നാമത്തെ ഭാഗം. ശരിയാണോ? സാധാരണ നമുക്ക് SSC പരീക്ഷയുണ്ടല്ലോ, അതുപോലെ RRB പരീക്ഷകളുണ്ടല്ലോ. അങ്ങനെയാകുന്ന പരീക്ഷകൾക്ക് ഇങ്ങനെയാകുന്നൊരു ക്ലാസിഫിക്കേഷൻ ഞാൻ അങ്ങോട്ട് വെച്ചാൽ, ഞാൻ എന്നിട്ടൊരു ബേസിക്സ് പറഞ്ഞുതരാം. മൊത്തം 25 മാർക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 25 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുമെന്ന് വിചാരിക്കണം. അങ്ങനെയാകുന്ന 25 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ ചോദ്യങ്ങൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മാറുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഇങ്ങോട്ടൊന്ന് നോക്കെ, 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ പറയുന്ന എലമെൻ്ററി ആകുന്ന ലെയർ 1 ആകുന്ന ഭാഗത്ത് നിന്ന് വരും. ഈ ഭാഗത്തിനെ നിങ്ങൾ വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലെന്ന് വിളിച്ചോ. കാര്യം എന്താ, ഇവനെ അറിയാമെങ്കിൽ മാത്രം പറ്റുന്നവനല്ലേ ഇവൻ. ഇവിടെ നിന്ന് ഒരു 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പിന്നെയും വരും. ഇവിടെ 8, ഇവിടെ 8. ഓക്കെയാണ്. ഇനി എന്താ വേണ്ടേ? ഇവിടെ നിന്ന് ഒരു 7 മാർക്കിൻ്റെ ചോദ്യം വരും. 8 8 16, 16 7 ഒരു 23 മാർക്ക് ഇപ്പം തന്നെ ആയിട്ടുണ്ട്. വേണ്ട, ഒരു അഡീഷൻ കൂടി ഞാൻ ഇവിടെ അങ്ങോട്ട് നടത്തി. 23 2 25. ഏറെക്കുറെ എന്താ മാർക്ക് എത്രയാണ് തുല്യമായി വീതിക്കുന്ന രീതിയിലായിരിക്കും 3 പേരിലേക്കും എന്ത് ചെയ്യുക, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക. അപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടില്ലേ, അലോക്കേഷൻ ഞാൻ എങ്ങനെ കൊടുത്തേന്നുണ്ടോ? നിങ്ങൾ നോക്കിക്കോ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണേലും എടുത്ത് നോക്കിക്കോ, ഇതിങ്ങനെ തന്നെയായിരിക്കും. ഏറ്റവും കൂടുതലാകുന്ന ചോദ്യങ്ങൾ വരുന്നത് ഈ 2 ഭാഗങ്ങളിൽ നിന്നായിരിക്കും. ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ പൊതുവേ കുറവാണ്. കണ്ടോ, ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് പിടികിട്ടിയ കാര്യമാണ്. ഇനി ഒന്നുകൂടെ ഡീറ്റെയിൽ ചെയ്യണോ? പറഞ്ഞുതരാം. ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഭാഗം ആയിക്കോട്ടെ, അതുപോലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ ആയിക്കോട്ടെ, ബോർഡ് മാസ് എന്ന് പറയുന്നതായിക്കോട്ടെ, സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് ആയിക്കോട്ടെ, അതുപോലെ ആവറേജ്, അതുപോലെ ഈ പറയുന്ന സേർട്സ് ആൻഡ് ഇൻഡിസസ് എന്ന് പറയുന്ന ഭാഗമായിക്കോട്ടെ, ഇവിടെ നിന്നെല്ലാം 1 മുതൽ 2 വരെയുള്ളതാകുന്ന ചോദ്യങ്ങളാണ് പരമാവധിയായിട്ട് വരാറ്. 1 മുതൽ 2 വരെയുള്ള ചോദ്യങ്ങളാണ് പരമാവധിയായിട്ട് വരാറ്. അതിൽ ഈ നമ്പർ സിസ്റ്റം എന്ന് ഞാൻ എടുത്തുദ്ദേശിക്കുന്നത് ടൈപ്സ് ഓഫ് നമ്പേഴ്സ്, അതായത് കോംപ്ലക്സ് നമ്പർ ആണോ, പ്രൈം നമ്പർ ആണോ, അങ്ങനെയാകുന്ന ചോദ്യങ്ങളാണ്.
ഇനി ഫ്രാക്ഷൻസ്, ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ കൺവേർഷൻസ് വരുന്നുണ്ട്, ഫ്രാക്ഷൻസിൻ്റെ ആപ്ലിക്കേഷൻ ലെവലാകുന്ന ചോദ്യങ്ങൾ, അങ്ങനെയെല്ലാം അവിടെ കാണാം. ബോർഡ് മാസം എന്ന് പറയുന്നതാകുന്ന സാധനം അറിയാമല്ലോ, കൂട്ടാനും കുറയ്ക്കാനും ഏതാദ്യം ചെയ്യണമെന്നുള്ള പരിപാടി. സ്ക്വയേഴ്സ്, സ്ക്വയർ റൂട്ട്സ് ആകുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെയാണ്. ആവറേജ് ആകുന്ന ആളും അതുപോലെ തന്നെയാണ്. സേർട്സ് ആൻഡ് ഇൻഡിസസ് ആകുന്ന ആളും അതുപോലെ തന്നെയാണ്. 1 to 2 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിൽ വളരെ വിരളമായി ചോദിക്കുന്ന ഒരു ചോദ്യത്തിനകത്ത് മാത്രമായി ലിമിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഈ സേർട്സ് ആൻഡ് ഇൻഡിസസ് എന്ന് പറയുന്ന ഒരാളാണ്. നിങ്ങൾ വേണേൽ വെരിഫൈ ചെയ്ത് നോക്കിക്കോ. ഓക്കെയാണ്. ഇനി അടുത്തതാകുന്ന നോക്കേടാ, ഈ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നതാകുന്ന ഭാഗത്ത് നിന്ന് നമുക്കൊരു 1 to 2 ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റും. 1 to 2 അല്ലെ 1 to 3 ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ. കാര്യം കുറച്ച് പ്രധാനപ്പെട്ടതാകുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ആ പ്രധാനപ്പെട്ടവനാകുന്നത് എന്ന് ചോദിച്ചാൽ ഇവൻ്റെ ഒരുപാടാകുന്ന ആവശ്യം ഈ ഒരു ലെയർ 2വിനകത്ത് വരുന്നുണ്ട്. ഇവനെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നവനെ ഈ ഒരു ഭാഗം കൈകാര്യം ചെയ്യാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം ചോദിക്കുമ്പോൾ ഒന്നുകിൽ ഇവിടെ ക്വസ്റ്റ്യൻ എണ്ണം കൂട്ടിയിട്ട് ഇവിടെ പേഴ്സൻറ്റേജിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്ന ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറയ്ക്കും. അല്ലെങ്കിലോ പേഴ്സൻറ്റേജിനകത്ത് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ എണ്ണം ഒരെണ്ണം കൂട്ടിയിട്ട് ആ ഒരെണ്ണം ഇവിടെ നിന്ന് കുറയ്ക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായി? അങ്ങനെയും ശൈലികളുണ്ട് ചോദിക്കുമ്പോൾ. ഇനി എന്താ പറയുക, പിന്നെ ദാണ്ടെ റേഷ്യോ പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഭാഗം ദാണ്ടെ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു 1 to 3 അല്ലെങ്കിൽ ഒരു 1 to 4 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ആണോ? എന്തുകൊണ്ടാണ് ഈ 1 to 4 എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മിക്കവാറുമുള്ള ചോദ്യങ്ങളിൽ ടിപ്പ് ആൻഡ് ട്രിക്കുകൾ പ്രയോഗിക്കുമ്പോൾ റേഷ്യോ എന്ന് പറയുന്ന ആളിനെ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങൾ കിട്ടൂടാ. അങ്ങനെയാകുന്ന ചോദ്യങ്ങളെല്ലാം കൂടെ കണക്കൂട്ടിയിട്ട് ഒരു 1 to 4 ക്വസ്റ്റ്യൻസ് കിട്ടും. സിംപ്ലി പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു ആവറേജ് കണക്കിൽ പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം എന്തായിരിക്കും, ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലായിരിക്കും എല്ലാവരും വരിക. ഓക്കെ ആണോ? ഞാൻ മിനിമൽ ആകുന്ന എണ്ണത്തിലല്ല ഞാൻ പറഞ്ഞത്, മാക്സിമം ആകുന്ന എണ്ണം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് കൂട്ടി നോക്കുമ്പോൾ 8 മാർക്കോ അല്ലെ 9 മാർക്കോ ഇല്ലെന്നും പറഞ്ഞ് കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. ഇത് മൊത്തത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം ആകുന്ന മാർക്കാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ ടൈം ആൻഡ് വർക്കിൻ്റെ 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ ആണോ? ഇനി പൈപ്സ് ആൻഡ് സിസ്റ്റംസിനകത്ത് ചോദ്യങ്ങൾ ഒരെണ്ണമൊക്കെ ഉണ്ടാകാം. ടൈം ആൻഡ് വർക്കിൽ ഒരു ചോദ്യം ചോദിക്കത്തുള്ളെങ്കിൽ പൈപ്പ് ആൻഡ് സിസ്റ്ററിനകത്ത് ചിലപ്പോൾ 2 ചോദ്യം വന്നെന്നിരിക്കും. പൈപ്പ് ആൻഡ് സിസ്റ്ററിനകത്ത് 2 ചോദ്യം ചോദിച്ചാൽ ടൈം ആൻഡ് വർക്കിനകത്ത് ചിലപ്പോൾ ഒരു ചോദ്യം വന്നെന്നിരിക്കും. കാര്യം എന്താ, ഇത് പരസ്പരം എന്താണ് കണക്റ്റഡ് ആകുന്ന ടോപ്പിക്സ് ആയതുകൊണ്ടാണ്. അതൊക്കെ പറഞ്ഞു തരാം. ഇനി എന്തുണ്ട്, പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഭാഗം വളരെ വൃത്തിയായി അറിയാവുന്നവന് ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസും ഈ പറയുന്ന പെർസെൻറ്റേജുമായിട്ടുള്ള ബന്ധമാണ് നേരത്തെ പറഞ്ഞത്. ഇവിടുന്ന് 1-2 ചോദ്യം ചോദിച്ചാൽ ഇവിടെ ചിലപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് 2 ചോദ്യം ചോദിക്കും. ഇവിടെ പെർസെൻറ്റേജിനകത്തുനിന്ന് ഒരു ചോദ്യമേ വരുന്നുള്ളൂ എന്നാണെങ്കിൽ ഒരുപക്ഷെ പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് ചിലപ്പം ഒരു ക്വസ്റ്റ്യനും കൂടി അധികം വന്നെന്നിരിക്കും. നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാര്യം മനസ്സിലാവുന്നത്. ഇനി നോക്കേ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 പേരും കൂടെ സാധാരണ വരാറില്ല. ഏതെങ്കിലും ഒരാളെ ചിലപ്പോൾ കൂടുതലും ചോദിക്കാറ്. വരുന്നെങ്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യനൊക്കെ മിക്കാറും ഒക്കെ കാണാറുള്ളൂ. ചിലപ്പോൾ 2 എണ്ണമൊക്കെ ആയേക്കാം. ഓക്കെ ആണോ? ഇനി ഏജ് കാൽക്കുലേഷൻസ് അങ്ങനെ സാധാരണ വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ വരാറില്ല. എന്നാലും കൊച്ചു കൊച്ചു ചോദ്യങ്ങളായിട്ട് മിക്കവാറും ഒക്കെ പരീക്ഷകളിൽ നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, ഇതിനെ കാണാനും പറ്റും. ഓക്കെ ആണോ? ഇനി എന്താ ഞാനിങ്ങനെ ഒരു പറ്റും പറ്റാതിരിക്കുമെന്നൊക്കെ പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയണം. അത് ആദ്യമേ ഇത് പറയട്ടെ. ഇനി ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ. പ്രോബ്ലംസ് ഓൺ ട്രെയിൻസ്, ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്തുനിന്ന് 2 ചോദ്യം വന്നു എന്നാണെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന പ്രോബ്ലംസ് ഓൺ എ ട്രെയിൻ എന്ന് പറയുന്നതും ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനായി വരുന്നതാണ്. ഇത് 3ഉം കണക്റ്റഡാണ്. ചിലപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് 2 ചോദ്യം കാണും, ഇതിൽ നിന്ന് 2 ചോദ്യം കാണൂല. ചിലപ്പോൾ എന്തായിരിക്കും, ബോട്ട് ആൻഡ് സ്ട്രീമിൽ നിന്നൊരു ചോദ്യം ഉണ്ടാകും, അതേസമയം ട്രെയിനിനകത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടാകും, ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്തുനിന്ന് ചോദ്യം ചിലപ്പോൾ കാണൂല. മീൻസ് ഇതിൽ 2ലും പെടാത്തതാകുന്ന ടൈം ആൻഡ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻസ്. ചിലപ്പോൾ ഒരു ചോദ്യം അവിടെ നിന്ന് ചോദിച്ചൊന്നും ഇരിക്കും. ഇങ്ങനെ വരായികളുണ്ട്. ഇനി അടുത്തതാകുന്ന കാര്യം നോക്കുക, ആൽജിബ്ര. ആൽജിബ്രയ്ക്കകത്ത് മെയിൻലി ഇക്വേഷൻസിനാണ് പ്രാധാന്യം. എങ്ങനെ നോക്കിയാലും നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ് മിനിമം ഒരു പരീക്ഷയ്ക്ക് ഈ പറയുന്ന ആൽജിബ്രയിൽ നിന്ന് കിട്ടാറുണ്ട്. മെൻസുറേഷൻ എന്ന് പറയുന്നത് ചില പരീക്ഷകളിൽ ഒരെണ്ണമാണ്, ചില പരീക്ഷകളിൽ നമുക്ക് 2 ചോദ്യങ്ങൾ കാണാൻ പറ്റും. അതിന് മുകളിലാകുന്ന ചോദ്യങ്ങൾ അങ്ങനെ വരാറില്ല. ജോമെട്രി സംബന്ധമായിട്ട് സാധാരണ ഒരു ക്വസ്റ്റ്യൻസ് ആണ് വരാറില്ല, ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ. ട്രിഗണോമെട്രി സംബന്ധമായിട്ട് നമുക്ക് ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് വരാറുണ്ട്. അതുപോലെ എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ചിലപ്പോൾ കാണാതിരിക്കാം. അത് പരീക്ഷയുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണം ഇരിക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ എവിടെ എഴുതുമ്പോഴും 1 to 2, 1 to 3, ഏറ്റവും കൂടുതലെടുത്തും 1 to 2, 1 to 2 എന്നാണ് എഴുതിയേക്കുന്നത്. എടാ അത് മാത്രമല്ല, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, വരാനും വരാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതിലൂടെ ഞാൻ എന്താ നിങ്ങൾക്ക് ഡീറ്റെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നറിയോ മക്കളെ? സ്കിപ്പബിൾ ആകുന്ന ആളുകൾ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ക്വാണ്ടിറ്റേറ്റീവിനകത്തില്ല. നിങ്ങളൊരു പരീക്ഷയുടെ ചോദ്യപേപ്പർ എടുത്തപ്പോൾ അതിനകത്ത് ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്നതാകുന്ന ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ കണ്ടില്ല. അതിനർത്ഥം ഇനി വരാൻ പോകുന്നതായ പരീക്ഷയിൽ ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്നല്ല.
ആ പരീക്ഷയിലില്ലായിരുന്നു, അതൊരു പക്ഷേ ആവർത്തിച്ചേക്കാം. അതായത് നമുക്ക് ഏതെങ്കിലും ആകുന്ന ടോപ്പിക്കുകളെ മാറ്റി നിർത്തിയിട്ട് മൊത്തമാകുന്ന മാർക്കും നേടാമെന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷയെ സമീപിക്കാൻ പറ്റില്ല. എല്ലാ ടോപ്പിക്കും പഠിച്ചിട്ട് തന്നെ മാത്രമേ ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് പരീക്ഷയ്ക്ക് പോകാൻ പറ്റൂ എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? എങ്ങനെ നോക്കിയാലും ഇവിടെ ഒരു 8 മാർക്ക് വരുന്നു എന്നാണെങ്കിൽ ഇവിടെയും ഒരു 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇവിടെ നിന്നും കിട്ടും, ഇവിടെയും ഒരു 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കിട്ടും. ഏറെക്കുറെ നമ്മൾ നോക്കുമ്പോൾ 8, 16, 24 ശരിയാണോ? ഇനി ഇവിടെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കുക, ഇവിടെ ഒന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യം പിടി കിട്ടും. 8, 16, 24 ഒരു 1ൻ്റെ കുറവുണ്ട്. ചിലപ്പോൾ ആ 1 ഇവിടെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ആ 1 ഇവിടെ ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? അല്ലെങ്കിൽ ചിലപ്പോൾ ആ 1 ഇവിടെ തന്നെ വന്നിരിക്കും. എങ്ങനെ വേണോ വരാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓൾമോസ്റ്റ് സിമിലർ ആകുന്ന രീതിയിലെ ക്ലാസിഫൈ ആവും. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എന്താ ഞാൻ പറഞ്ഞത്? ഇവിടെ ഒരു 8 കാണും, ഇവിടെ ഒരു 8 കാണും, 8, 8, 16, ഇവിടെ ഒരു 7 കാണും എന്നങ്ങോട്ട് വിചാരിച്ചോ. ഇപ്പോൾ മൊത്തത്തിൽ 23 ആയില്ലേ? ഇനി അധികമാകുന്ന സാധനങ്ങൾ ഒന്നുകിൽ താണ്ടി ഇവിടെ അല്ലെങ്കിൽ താണ്ടി ഇവിടെ എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെയുള്ളൂ. എല്ലാ ചോദ്യങ്ങളിൽ നിന്നും മാക്സിമം ചോദിക്കാൻ സാധിക്കുന്നത് ഒരു 2 മുതൽ 3 ക്വസ്റ്റ്യൻസാണ്. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത വരുന്നത് ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ആളാണ്. ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ആൾ ഇത്രയും ആകുന്ന ആളുകളെ കൃത്യമായും കൈകാര്യം ചെയ്ത് വെച്ചിട്ടുള്ള ഒരാൾക്ക് നിസ്സാരമായി കൈകാര്യം ചെയ്യുന്ന 3 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ മസ്റ്റായിട്ടും സിംപ്ലിഫിക്കേഷൻ അണ്ടറിൽ വരും. പിന്നെ തനിത്തനിയായിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനകത്തു നിന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചെടുത്തേ പറ്റൂ. ഈ പറയുന്നതാകുന്ന കാര്യങ്ങൾ എല്ലാ ടോപ്പിക്കുകളും ഒന്നില്ലാതെ എല്ലാ ടോപ്പിക്കുകളും പഠിച്ചേ പറ്റൂ. ഇനി എന്താ പറഞ്ഞേ? ട്രൂ സിലബസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടിയോ? ഞാൻ പറഞ്ഞ പിടികിട്ടി. അടുത്തതാകുന്ന കാര്യം നോക്കേ, ടൈം മാനേജ്മെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആൾ മാറുന്നതിനനുസരിച്ച് മാറും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കപ്പാസിറ്റി ആയിരിക്കത്തില്ല നിങ്ങളുടെ കപ്പാസിറ്റി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കാരും ഒരാൾ ശല്യമില്ല എന്ന് തോന്നുന്ന ഒരു സമയം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഠിക്കാനുള്ള സമയം. ഒരുപക്ഷേ അത് രാത്രി 11 മണിക്കായിരിക്കും, ചിലപ്പോൾ രാത്രി 12 മണിക്കായിരിക്കും, ചിലപ്പോൾ ഞാൻ രാവിലെ 3 മണിക്ക് ഉറക്കമണി ചിലപ്പോൾ വായിച്ചെന്നിരിക്കും. അപ്പോൾ എനിക്കിഷ്ടപ്പെടുന്ന, ഞാൻ ഉറക്കം എണീക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക അലസത ഇല്ലാതിരിക്കുന്നതാകുന്നൊരു സമയം, ആ സമയം തിരഞ്ഞെടുക്കണം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 1+1+1 എന്നൊരു പാറ്റേൺ സെലക്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ ഒരു സാധനം നമ്മൾ തുടങ്ങാൻ. അതായത് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി എനിക്ക് ഫോക്കസ് തരുന്നതാകുന്ന, എനിക്ക് കൃത്യമായി പ്രൊഡക്റ്റീവ് ആകാൻ സാധിക്കുന്ന, എന്ത് പഠിച്ചാലും അത് തലയിൽ നിലനിർത്താൻ പറ്റുന്ന, റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമയം ഏതാണ്, എനിക്ക് ആരും ശല്യമില്ലാതെ എനിക്കെന്നുള്ള വണ്ണം ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന സമയം ഏതാണെന്ന് ആദ്യമേ നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ ആണോ? അത് ആളുകൾ മാറുന്നതിനനുസരിച്ച് മാറും. ചിലരുണ്ട് കൂട്ടങ്ങളുള്ള ബഹളങ്ങളുടെ ഇടയിലായിരിക്കും ഇരിക്കുന്നത്, എന്നിട്ടും ഇരുന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി, ആൾ മാറുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇനി എന്താ പറഞ്ഞത്? സ്റ്റാർട്ട് വിത്ത് 1+1+1 പാറ്റേൺ. അതായത് ഇപ്പോൾ എപ്പോഴും തുടങ്ങുന്നത് രാവിലെ 1 മണിക്കൂർ പഠിക്കുക, ഉച്ചയ്ക്കാകുന്ന സമയത്ത് ചോറ് കഴിച്ചതിന് ശേഷമല്ല, ചോറ് കഴിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ പഠിക്കുക. അതേപോലെ രാത്രി ചോറ് കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പാണെങ്കിൽ അങ്ങനെ, എന്തായാലും മിനിമം ഒരു ദിവസം 3 മണിക്കൂറെങ്കിലും പഠിച്ചിരിക്കണം. ഓക്കെ ആണോ? ഇത് നമ്മുടെ സെൽഫ് സ്റ്റഡിയുടെ കാര്യമാണ് പറഞ്ഞത്. സെൽഫ് സ്റ്റഡിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ആദ്യമൊക്കെ നമുക്ക് ബോറടി ഉണ്ടാകും. പതുക്കെ പഠനം എൻ്റെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ബോറടി മൊത്തമായിട്ട് അവിടുന്ന് മാറി നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ 1 മണിക്കൂർ എന്നുള്ളത് ഒരു അരമണിക്കൂർ അവിടെ ആഡ് ചെയ്യണം. അപ്പോൾ 1.5 വെച്ചിട്ട് ഓരോ അരമണിക്കൂർ ചെറിയ ചേഞ്ചസാണ് വരുത്തുന്നത്. ഒരു അരമണിക്കൂർ അധികം ഇരിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസത്തിൽ തന്നെ എത്ര മണിക്കൂർ പിന്നെ ആഡ് ആയിട്ടുണ്ട്? 1.5 മണിക്കൂർ അധികമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. 3 മണിക്കൂറായിരുന്നത് ഞാൻ ആ ചേഞ്ച് വരുത്തിയപ്പോൾ 4.5 മണിക്കൂറായി. അങ്ങനെ ചെറിയ ചേഞ്ചസ് ഈ പറയുന്ന സെൽഫ് സ്റ്റഡിക്കകത്തേക്ക് നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് കൊണ്ടുവരാൻ നോക്കണം. എൻ്റെ ബോറടി മാറ്റേണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് ഞാൻ ചിന്തിച്ചാൽ ബോറടി മാറും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? എഫേർട്ട് ഇട്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ടൈം മാനേജ്മെൻറ്റിന് പ്രൊഡക്റ്റീവ് ആകുന്ന ടൈം നിങ്ങൾ കണ്ടെത്തുക. 1+1+1 പാറ്റേണിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഞാൻ ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവിൻ്റെ കാര്യമാണ്. അതിനകത്ത് ചെറിയ ചേഞ്ചസ് വരുത്തി ഈ ഹാഫ് എന്നുള്ള രീതിയിൽ മാക്സിമം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മതി, ഒരുപാട് കൊണ്ടുവരേണ്ട. കാര്യം മാത്സ് മാത്രമല്ല നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളത്, മറ്റു വിഷയങ്ങളും ഉണ്ടല്ലോ, അതുകൂടെ ഞാൻ പരിഗണിക്കണമല്ലോ. അതുകൊണ്ട് മാക്സിമം ഈ അരമണിക്കൂറിൻ്റെ അഡ്വാൻറ്റേജ് അവിടെ കൊണ്ടുവന്നാൽ മതി. അതിന് മുകളിൽ പോകണ്ട. നമുക്ക് ഇത്രയും ആവശ്യമേ ഉള്ളൂ പഠിക്കാൻ. ഇനി എന്താ വേണ്ടേ? ഏറ്റവും എഫക്റ്റീവ് ആകുന്ന രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്ന കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്നത് തന്നെയെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ എങ്ങനെ പഠിക്കും? മക്കളെ, ഞാൻ ഈ ബോർഡിനകത്ത് എഴുതിയിട്ടുള്ളതാകുന്ന കാര്യങ്ങളല്ലാതെ എനിക്ക് അധികം ഒന്നും നിങ്ങളുടെ അടുത്ത് പറയാനില്ല. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ്സിൽ കുറേ ആളുകൾ വന്നിരിപ്പുണ്ടാകും. ഞാൻ നോക്കുമ്പോൾ അവർ എഴുതുന്നുണ്ടാകും, കൃത്യമായിട്ട് എഴുതുന്നുണ്ടാകും. പക്ഷേ നാളെ വരുമ്പോൾ ഈ ബുക്ക് ആയിരിക്കത്തില്ല. ഞാൻ ഇന്ന് പഠിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് ഞാൻ കുറേ കണക്കൂട്ടലൊക്കെ നടത്തും. ശരിയാ, ഇത് ഞാൻ പഠിച്ചു, പേപ്പർ എടുത്ത് ഒറ്റ കയറി. ആ പേപ്പർ പോയാൽ തീർന്നു. മറന്നു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ ഒന്നേന്നത് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലേ? ഒരിക്കലും അത് ചെയ്യരുത്.
എപ്പോഴും ഞാൻ പറയുന്നത് എന്ത് ചെയ്യണമെന്നാണെന്നറിയോ? എനിക്ക് ഒന്നുകിൽ ഒരു ബുക്ക് വേണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു പേപ്പർ വേണം. ഞാനെന്ന് പറയുന്ന വ്യക്തി ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ്സിൽ പറയുന്നതായ ഓരോ ചോദ്യങ്ങളെയും കൃത്യമായി നോക്കി മനസ്സിലാക്കുകയും ഒന്ന് വീക്ഷിച്ച് മനസ്സിലാക്കുകയും അവനെ അതേപടി തന്നെ കൃത്യമായി പകർത്തി വയ്ക്കുകയും വേണം ആ പേപ്പറിനകത്ത്. ഓക്കെ ആണോ? എന്നിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുമ്പോൾ കുറേ തെറ്റുകളൊക്കെ ഉണ്ടാകാം. ആ തെറ്റുകളെയൊക്കെ വെട്ടിക്കോ. ആ വെട്ട് അതേപോലെ കിടക്കണം. കാര്യം എന്താ? ഞാൻ ഇന്നലെ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് ഇന്നും കൂടി തിരിച്ചറിയാൻ പറ്റണം. എങ്കിലേ ഞാനിത് ഇനി അത് ആവർത്തിക്കാതിരിക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? അതിനുശേഷം കൃത്യമായി ക്ലാസ്സിനകത്ത് ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് തിരുത്തി എഴുതേണ്ടത് എന്നുള്ളത് അവിടെ കാണും. അതങ്ങോട്ട് എഴുതി വെക്കുക. നിങ്ങൾക്ക് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആകുന്ന പുതിയ ട്രിക്ക് നിങ്ങൾക്ക് കിട്ടി, ആ പേപ്പറിനകത്ത് അതിനെ കൂട്ടി വെക്കുക. നിങ്ങൾക്ക് ഇതേ ചോദ്യം പോലെ തന്നെയുള്ള മറ്റേതോ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടി, അതിനെ അവിടെ ചേർത്ത് വെക്കുക. ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന വിഷയം പഠിക്കുമ്പോൾ കൃത്യമായി ആ ബുക്കിനകത്തോ അല്ലെങ്കിൽ ആ പേപ്പറിനകത്തോ എഴുതി 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 ചിലപ്പോൾ ഒരു ടോപ്പിക്കിൻ്റെ പുറത്തൊരു 10, 20, 30 പേപ്പർ വന്നെന്നിരിക്കും. കളയരുത്, കയ്യിൽ വെക്കണം. ഓക്കെയാണ്? ഇനി എന്താണെന്ന് കാര്യം കേട്ടോ. എടാ, കൃത്യമായി വായിക്കണം ഓരോ ചോദ്യത്തിനെയും. നമ്മൾ പഠിക്കുമല്ലേ, പെട്ടെന്ന് പഠിക്കണമെന്ന് വാശി പിടിക്കരുത്. പഠിക്കണം, കൃത്യമായി ചോദ്യങ്ങളെ തിരിച്ച് വായിക്കണം, അതേ ചോദ്യം തന്നെ എഴുതണം. എടാ, ഒരു മിനിമം ഒരു 5 തവണ വായിക്കുന്നതിന് തുല്യമാണ് ഒരു തവണ എഴുതുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഡബിൾ സ്ട്രോങ് ആക്കാനുള്ളൊരു ശ്രമമാണ്. വായിക്കുകയും ചെയ്യണം, അതിന് ശേഷമേ എഴുതാവും. അല്ലാതെ വായനയും എഴുത്തും കൂടെ ഒന്നിച്ചാക്കരുത്. വായിച്ചിട്ടേ എഴുതാവും. ഇനി എന്താ പറയുന്നത്? കൃത്യമായി ചോദ്യങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ടേക്ക് പോകണമെങ്കിൽ അത് അത്യാവശ്യമാണ്. ഇനി എന്താ വേണ്ടത്? പ്രയോറിറ്റൈസിങ് കീവേഡ്സ്. അതെന്താണെന്നറിയോ? കീവേഡുകളാകുന്ന ആളുകൾക്കിടയിൽ അണ്ടർലൈൻ ഇട്ട് വേണം പോകാൻ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇങ്ങനെ പേപ്പറിനകത്ത് കൃത്യമായി എഴുതി പോകുന്ന ആളുകൾ ഉറപ്പായും ഈ കീവേഡുകളെ മാർക്ക് ചെയ്യണം. ഉദാഹരണത്തിന് ഞാൻ ഒരു ചോദ്യം പറഞ്ഞു തരാം. എടാ, ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നതാകുന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ ആണോ? ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചോദ്യത്തിനകത്ത് അവർ പറയുക, രവിയും അതുപോലെ തന്നെ രാജൻ എന്ന് പറയുന്നതാകുന്ന വേറൊരു വ്യക്തി 2 പേര് ചേർന്നിട്ട് ജോലി ചെയ്തു. ഓക്കെയാണ്? ഇവരുടെ ഇടയിലേക്ക് മൂന്നാമനാകുന്ന ഒരു ചേതൻ എന്ന് പറയുന്ന ഒരാൾ വന്നെന്നിരിക്കട്ടെ. അവർ പറയുക, രാജൻ എന്ന് പറയുന്ന ആൾക്ക് 5 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെയാണ്? 5 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ഈ പറയുന്ന രവിക്ക് പറ്റും, രാജന് ഒരു 10 ദിവസം കൊണ്ട് പറ്റുമെന്ന് വിചാരിക്കും. ഓക്കെയാണ്? അവർ പറയുന്നത് ദേ വിത്ത് ചേതൻ ജോലി ചെയ്തു എന്നാണ് പറയുക. ദേ വിത്ത് ചേതൻ ജോലി ചെയ്തു. അവർ ചേതനോടൊപ്പം ജോലി ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യത്തിനകത്ത് ഒരു ഡൗട്ട് മിക്കവാറും ഉള്ള ആളുകൾ ചോദിക്കും, സാറേ പണിയെടുത്തത് ദേ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ രാജനാണോ പണിയെടുത്തത്, രവിയാണോ പണിയെടുത്തത്? മകളെ, ദേ എന്നാണ് സൂചിപ്പിച്ചേക്കുന്നത്. ഈ 2 പേരോടുമൊപ്പം ആണ് ചേതൻ പണിയെടുത്തതെന്നാണ്. അതായത് 3 പേരും ഒന്നിച്ചാണ് പണിയെടുത്തതെന്നാണ്. അപ്പോൾ അവിടെ സ്ട്രെസ്സ് കൊടുക്കേണ്ടത് ഏത് വാക്കിനാണ്? ഈ ദേ എന്ന് പറയുന്ന വാക്കിനാണ്. മകളെ, അവനാണ് കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മൾ ഒരു പഴുത് പോലും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. അതിന് അർത്ഥം എന്താ? ഞാൻ ഓരോ ചോദ്യത്തിനെയും മനസ്സിലാക്കുമ്പോൾ ആ ചോദ്യത്തിനെ ഏറ്റവും മികച്ചതാകുന്ന രീതിയിൽ എനിക്ക് മനസ്സിലാക്കി തരാൻ കെൽപ്പുള്ളൊരു വാക്ക് ആ കൂട്ടത്തിൽ കാണും. ആ വാക്ക് എല്ലാ ചോദ്യങ്ങളിലും കാണുമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. ഉള്ളതാകുന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ ഈ പറയുന്ന റീഡിങ് ആൻഡ് റൈറ്റിങ്ങിൻ്റെ ഇടയിൽ അവൻ കണ്ണിൽ ഉടക്കും, അവിടെ ഒരു വരയിടുക. ഓക്കെയാണ്? ശരി. ഇനി എന്താ പറഞ്ഞേ? കീപ്പ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ കയ്യിൽ എല്ലായ്പ്പോഴും നിങ്ങൾ എത്ര ചോദ്യം, ഞാൻ ഈ ഒരു ടോപ്പിക്ക് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് 50 ചോദ്യം എഴുതിയാണ് പഠിച്ചേ. അപ്പോൾ ഞാൻ ചോദിക്കുക, ഈ 50 ചോദ്യം എന്ത് ചെയ്യേ? അതുപോലെ അവിടെ അങ്ങനെ പറയരുത്. ഈ പറയുന്ന ഇത്രയും പേപ്പറുകളിലുണ്ട് 50 ചോദ്യം താണ്ടേ. കൃത്യമായിട്ട് സോളിഡ് കോപ്പി ഞാൻ എന്തു പഠിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുണ്ടാവണം. അങ്ങനെ വേണം പഠിക്കാൻ. എൻ്റെ ബാഗ് എൻ്റെ ഒത്തിരി ഇരിപ്പുണ്ട് എൻ്റെ പേപ്പർ. ഞാൻ ഏത് പേപ്പറിനകത്ത് എഴുതി പഠിച്ചിട്ടുണ്ടോ അത് കളഞ്ഞിട്ടില്ല, എൻ്റെ കയ്യിലുണ്ടാവും. ഒരു ടോപ്പിക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിലുണ്ടാവും. ഓക്കെയാണ്? അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഇനി മോസ്റ്റ് എഫക്റ്റീവ് വേ എന്നുള്ള രീതിയിലല്ലേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. മക്കളെ, കമ്പൈൻ സ്റ്റഡി. ഈ കമ്പൈൻ സ്റ്റഡിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഒന്ന്, ബോറടിയില്ല. കഥയും കാര്യവും ഒക്കെ പറഞ്ഞ് എന്ത് തിന്ന് എവിടുന്നാണ് വരുന്നത്, ആരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞിരുന്ന് എന്ത് ചെയ്യാം? പഠിക്കാം. സമയം പോകുന്നേ അറിയത്തില്ല. നിങ്ങൾ ഈ പറയുന്ന 1.5 മണിക്കൂർ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന ആളുകളുണ്ടല്ലോ, എല്ലാവർക്കും ഈ കമ്പൈൻ സ്റ്റഡി വർക്കാവൂല കേട്ടോ. ഈ കഷ്ടപ്പെട്ട് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന 1.5 മണിക്കൂറില്ലേ, നിങ്ങൾ 3 മണിക്കൂർ ഇരുന്നെന്ന് പറഞ്ഞാലും ആ ഇരിക്കുന്നിടത്തുനിന്ന് ചിലപ്പോൾ എണീക്കാതിരുന്നുകളെ ഈ കമ്പൈൻ സ്റ്റഡി. സോ നിങ്ങളുടെ പഠന നിലവാരം കൂട്ടാനും ഒരു ഡിസ്കഷനിനകത്തൂടെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നടത്തി തന്നെ മുമ്പോട്ടേക്ക് പോകാനും ഏറ്റവും നല്ലതുപോലെ പറ്റുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? ഈ കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്ന സാധനം. തള്ളിക്കളയരുത്. താല്പര്യമുള്ളവർക്ക് ഓക്കെയാണ്, അല്ലാത്തവർ വേറെന്തോ ചെയ്തോ.
പക്ഷേ കമ്പൈൻ സ്റ്റഡി ബെസ്റ്റ് മെത്തേഡാണ്. ചിലർക്കൊന്നും ഇഷ്ടമാവില്ല ഈ സാധനം. കാര്യം ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടം. ഓക്കെ ആണോ? ശരി. അപ്പോൾ ആ ഒരു കാര്യവും കിട്ടി. ഇത് ഓപ്ഷണലാണെന്ന് ഞാൻ പറഞ്ഞേ. ഇനി അടുത്തതാകുന്നൊരു കാര്യം എന്താണ്? നമ്മുടെ സ്ട്രാറ്റജി എന്താകണം പഠിക്കുമ്പോൾ? മക്കളെ, ഈ സ്ട്രാറ്റജി എന്ന് പറയുന്ന സാധനമേ ഇച്ചിരി തൊട്ടാ പൊള്ളുന്ന സാധനമാണ്. സ്ട്രാറ്റജി എങ്ങനെ ആകണം? ഞാനൊരു എഫക്റ്റീവ് ആകുന്ന സ്ട്രാറ്റജി ഞാൻ അങ്ങോട്ട് തരാം. കോമ്പിനേഷൻ സ്ട്രാറ്റജി. ഇതെൻ്റെ വായിൽ നിന്ന് നിങ്ങൾ കേൾക്കത്തുള്ളൂ. എന്താ ഈ കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, പഠിക്കാൻ സമയമെടുക്കും. ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ആൾ തന്നെയാണ് ഇവൻ. പക്ഷേ ടൈം എത്ര കൺസ്യൂം ചെയ്താലും റിസൾട്ട് എന്ന് പറയുന്നത് 100% തരാൻ സാധിക്കുന്ന ഒരുത്തനാണ് ആര്? ഈ കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്ന കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന ആൾ. റിസൾട്ട് 100%. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം? എടാ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു സിലബസ് ആകുന്ന ആളിനെ കാണിച്ചു തന്നില്ലേ? ഈ സിലബസ് ആകുന്ന ആളിനെ കാണിച്ചു തന്നില്ലേ? ഞാൻ എങ്ങനെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ദാ ശ്രദ്ധിച്ചോണേ. എനിക്ക് LCM ആൻഡ് HCF എന്ന് പറയുന്നൊരു ടോപ്പിക്ക്, ഈ പറയുന്ന സിംപ്ലിഫിക്കേഷൻസിൻ്റെ അകത്ത് വരുന്നൊരു ടോപ്പിക്കാണ് LCM ആൻഡ് HCF. ഞാനിവിടെ എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷേ LCM ആൻഡ് HCF ഉണ്ട് കേട്ടോ. LCM HCF ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എഴുതിയത്. ഇവിടെ LCM HCF എന്ന് പറയുന്ന ഒരാളെ ഞാൻ എഴുതി. ഈ LCM HCF എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എലമെൻ്ററി ആകുന്ന ഭാഗമാണ്. ശരി, ഞാൻ എന്ത് ചെയ്യണം? LCM HCFനെ എടുത്തു. ഈ LCM HCFുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആപ്ലിക്കേഷൻ ലെവലിലുള്ളവൻ ആരാണെന്ന് നോക്കുക. ടൈം ആൻഡ് വർക്ക്, പൈപ്പ് ആൻഡ് സിസ്റ്റൻസ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? ഇവനിലൂടെ ഇവനിലൂടെ വരണം. മീൻസ് 1/3 പ്ലാനാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതായത് ഒറ്റ പഠിത്തത്തിൽ 3 ടോപ്പിക്ക് കയ്യിലാക്കുന്ന പരിപാടിയാണ്. 1/3 പ്ലാനാണ് നമ്മൾ ചെയ്യുന്നത്. ശരിയാണോ? ഈ LCM HCFും അറിയാമെന്നാണെങ്കിൽ ടൈം ആൻഡ് വർക്കും പൈപ്പ് ആൻഡ് സിസ്റ്റൻസും പഠിക്കാം. സെറ്റാണ് ആണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഈ പറയുന്ന സാധനം മൊത്തം പഠിച്ചു കഴിഞ്ഞു. കൃത്യമായി ചോദ്യങ്ങൾ ഏതാണ് എന്ന് പഠിച്ചത് ലൊക്കേറ്റ് ചെയ്ത് ഞാൻ എഴുതി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ചെയ്യേണ്ടതാകുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ LCMും HCFുമായി ബന്ധമുള്ള മറ്റേതെങ്കിലും ആകുന്ന ടോപ്പിക്ക് ഇതിനകത്ത് അവശേഷിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അവനെ എടുത്ത് പഠിക്കണം. സമയമെടുക്കും. പക്ഷേ ഇവനിലൂടെ മറ്റാളുകളിലേക്കുള്ള ബന്ധം കണ്ടെത്താനുള്ള നമ്മുടെ കഷ്ടപ്പാട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ എളുപ്പമാക്കി തരികയും പെട്ടെന്ന് സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള ആ ഒരു മെമ്മറി ബാക്കപ്പ് നമുക്ക് തരികയും ചെയ്യും. ഓക്കെയാണ്. ഇനി ഞാൻ പഠിക്കുന്നത് അടുത്തത്, ഇപ്പോൾ ഞാൻ നോക്കുകയാണ്, ആവറേജ് എന്ന് പറയുന്ന ആളാണെന്നിരിക്കട്ടെ. ഈ ആവറേജ് എന്ന് പറയുന്ന ആൾക്ക് നമ്മുടെ മിക്സേഴ്സ് ആൻഡ് അലിഗേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് പ്രസക്തിയുണ്ട്. അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ വരുമ്പോഴത്തേക്ക് അവിടെ പ്രസക്തിയുണ്ട്. അങ്ങനെയുള്ള കണക്ഷൻസ് ഉണ്ടാകും. ഈ കണക്ഷൻസ് വെച്ച് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ പഠിക്കാൻ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ റേഷ്യോ പ്രപ്പോർഷൻ, അതുപോലെ പെർസെൻറ്റേജ്, ആവറേജ്, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്, പിന്നെ സ്ക്വയേഴ്സ്, സ്ക്വയർ റൂട്ട്സിന് ആക്ച്വലി മെൻസുറേഷൻ വരുമ്പോഴേ ഉള്ളൂ. മെയിൻലി ഇത്രയും ആളുകൾക്കാണ് ഈ കണക്ഷൻ ഒപ്പിക്കാൻ പറ്റുന്നത്. നമുക്കൊരു 1/3 പ്ലാൻ വെച്ചിട്ട് നമുക്ക് നിസ്സാരമായിട്ട് ഇവനെ പഠിച്ചു മാറ്റാവുന്നേ ഉള്ളൂ. ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. LCM HCF എടുക്കുക, പൈപ്പ്സ് ആൻഡ് സിസ്റ്റൻസും ടൈം ആൻഡ് വർക്കും എടുക്കുക. അതാദ്യം പഠിച്ചു തീർക്കുക. ഇവന് മറ്റേത് ഭാഗവുമായിട്ട് ബന്ധമുണ്ടെന്ന് നോക്കുക. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. ആദ്യമേ കയറി ഇവനെ എടുക്കരുത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലെയർ 1-നകത്തുള്ളതാകുന്ന ആളുകളെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിച്ചിട്ട് വേണം അങ്ങോട്ട് ചാടിക്കയറാൻ. ഓക്കെ ആണോ? ഇവനെ വേണം ആദ്യം പഠിക്കാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സാധനം പറഞ്ഞുതരാം. കോമ്പിനേഷൻ സ്ട്രാറ്റജിയുടെ അഡ്വാൻസ്ഡ് വെർഷൻ. മക്കളെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ടൈം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? നോക്കിക്കോടാ, പറഞ്ഞുതരാം. നോക്കിക്കോ. നിങ്ങൾ ചെയ്യേണ്ടതാകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എലമെൻ്ററി ആകുന്ന ടോപ്പിക്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ ആണോ? എലമെൻ്ററി ആകുന്ന ടോപ്പിക്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ ഈ പറയുന്ന സാധനം എടുക്കുക. ടൈം കൺസ്യൂമിങ്ങാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആക്യുറേറ്റ് വെർഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം എലമെൻ്ററി ആകുന്ന ഭാഗത്തുള്ള കംപ്ലീറ്റ് ടോപ്പിക്സും പഠിക്കുക. പഠിച്ച് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടാകുമല്ലോ. ഈ നോട്ട്സ് കയ്യിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ലെയർ 2-നകത്തേക്ക് ചാടി വരാൻ. എവിടേക്ക് വരാൻ? ലെയർ 1-ൽ നിന്ന് ലെയർ 2-നകത്തേക്ക് വരാൻ. ഓക്കെ ആണോ? ഇവിടെ ഈ കിട്ടിയ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 1/3 സ്ട്രാറ്റജി അല്ലെ 1/2 സ്ട്രാറ്റജി എന്ന രീതിയിൽ ഇവിടെ ഇരിക്കുന്ന ഏതൊക്കെ ടോപ്പിക്കുകളെ നമുക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റും, കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റും, ആ സ്ട്രാറ്റജി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇത് ഇത്രയും മൊത്തമായിട്ട് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ലെയർ 3 എന്ന് പറയുന്ന ഭാഗത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക? തനിത്തനിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതായത് ഒറ്റപ്പെട്ട, ഇപ്പോൾ മെൻസുറേഷനെങ്കിൽ മെൻസുറേഷൻ, ഇപ്പോൾ ജോമെട്രി ആണെന്നുണ്ടെങ്കിൽ ജോമെട്രി, ആൽജിബ്ര ആണെങ്കിൽ ആൽജിബ്ര, അങ്ങനെ തനിത്തനിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഈ പറയുന്ന ലെയർ 1-നും ലെയർ 2-നും വേണ്ടിയിട്ടാണ് കോമ്പിനേഷൻ വേണ്ടത്. ഓക്കെ ആണോ? ഇത് മൊത്തം നല്ലതുപോലെ പഠിച്ചരച്ച് കലക്കി കുടിച്ചാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇവൻ നിങ്ങൾക്ക് മുമ്പിൽ നിസ്സാരനായി മാറിക്കോളും, തന്നെ മാറിക്കോളും. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താ കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞേ? എന്താ കോമ്പിനേഷൻ സ്ട്രാറ്റജി?
നമ്മൾ പഠിക്കാനെടുക്കുന്ന ടോപ്പിക്ക് അവനുമായി ബന്ധമുള്ള മറ്റേതൊക്കെ ടോപ്പിക്ക്, അങ്ങനെയാകുന്ന ടോപ്പിക്കുകളെ കമ്പൈൻ ചെയ്ത് വെച്ച് വേണം പഠിക്കാൻ, കോമ്പിനേഷൻ ആക്കി വെച്ച് വേണം പഠിക്കാൻ. അതാണ് കോമ്പിനേഷൻ സ്ട്രാറ്റജി. അതിന് ആദ്യം എന്ത് വേണം? ടോപ്പിക്കുകൾ മൊത്തം നമുക്ക് പഠിച്ചു മാറ്റണം. ടോപ്പിക്കുകൾ മൊത്തം പഠിച്ചു മാറ്റിയതിന് ശേഷം മാത്രം എലമെൻ്ററി ടോപ്പിക്സ് മൊത്തം പഠിച്ചു മാറ്റണം. അതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്യുക. അപ്പോൾ ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? എലമെൻ്ററി ആകുന്ന ഭാഗം മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തില്ലേ? എവിടേക്ക്? ആപ്ലിക്കേഷൻ ആകുന്ന ലെയർ 2-നകത്തേക്ക് ചെന്ന് കയറത്തില്ലേ? കയറുമ്പോൾ ലെയർ 1-ൻ്റെ ഓട്ടോമാറ്റിക് ആകുന്ന റിവിഷനും അവിടെ നടക്കും. ലെയർ 2 എന്ന് പറയുന്ന സാധനം നമുക്ക് പഠിച്ചു തുടങ്ങാനും പറ്റും. അപ്പോൾ ഇവിടെ റിവിഷനും നടക്കും, ഇത് നമുക്ക് പഠിച്ചു തുടങ്ങാനും പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കേ, കോമ്പിനേഷൻ സ്ട്രാറ്റജി പ്രകാരം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പലതാകുന്ന രീതിയിൽ റിവിഷനുകൾ കൂടി നടത്തിയാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. പിടികിട്ടിയോ? എന്താ ഞാൻ പറഞ്ഞത്? റിവിഷൻസ് കൂടി ഇൻക്ലൂഡഡാണ് ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻ സ്ട്രാറ്റജിയിൽ. പിടികിട്ടിയേ? ഓക്കെയാണ് മക്കളെ. സമയമെടുക്കും, ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ സമയമെടുക്കും. പക്ഷേ വൺസ് നിങ്ങളത് ചെയ്ത് കഴിഞ്ഞു, പിന്നെ കാര്യങ്ങളെല്ലാം സ്മൂത്താണ്. ബോറടി ഇല്ലാതെ കൃത്യമായിട്ട് തന്നെ മുമ്പോട്ടേക്ക് പോകാൻ പറ്റുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ സ്മൂത്താന്നേ. ശരി, ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ടിപ്സ് ആൻഡ് ട്രിക്സ് വേണം. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങൾ എളുപ്പം ചെയ്യുക എന്ന് പറയുന്നത് നോർമൽ മെത്തേഡിൽ ചെയ്തിട്ടായിരിക്കത്തില്ലല്ലോ. എന്തെങ്കിലും ആകുന്ന ഒരു എന്താ പറയുന്നത്, സിമ്പിൾ മെത്തേഡ്സ് ഉണ്ടാവുമല്ലോ അത് ചെയ്യാൻ. അങ്ങനെയാകുന്ന മെത്തേഡ്സുകൾ അടങ്ങുന്ന, ട്രിക്സ് ടിപ്സുകൾ അടങ്ങുന്ന ടോപ്പിക്കുകളൊരു 10 എണ്ണം ഞാൻ ആദ്യമേ അങ്ങ് തരുക. ഈ 10 എണ്ണം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നാണെന്നുണ്ടെങ്കിൽ, ഈ 10 എണ്ണം നിങ്ങൾ കൈമുതലാക്കി വെച്ചിട്ടാണ് നിങ്ങൾ എലമെൻ്ററി ഭാഗത്തേക്ക് കടക്കുന്നതെങ്കിൽ, നിങ്ങൾ എലമെൻ്ററി ആകുന്ന ഭാഗം പഠിച്ചു തീർക്കാൻ എടുക്കുന്ന സമയം നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? ഈ 10 ടോപ്പിക്ക് പഠിച്ചിട്ടാണ് ഞാൻ എലമെൻ്ററി ടോപ്പിക്സിനകത്തേക്ക് കടക്കുന്നത് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എലമെൻ്ററി ടോപ്പിക്സ് പഠിച്ച് തീർക്കാൻ എടുക്കുന്ന സമയത്തെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പറഞ്ഞ പിടികിട്ടിയോ? ശരി. അങ്ങനെയാകുന്ന 10 ടോപ്പിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ടിപ്സ്. അതായത് 2 കൊണ്ടൊരു സംഖ്യയെ മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ ഉത്തരത്തിനകത്തേക്ക് എത്തിക്കാം, 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയാണ്, 5 കൊണ്ട് ഗുണിക്കപ്പെടുന്ന സംഖ്യകളുടെ പ്രത്യേകത എന്താണ്, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്ന നമ്പറുകളുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ 9-ൻ്റെ ഡിവിസിബിലിറ്റി ബേസിക്കലി. ഓക്കെ, അതും വേണമെങ്കിൽ അതിനകത്ത് പറയാം. ഓക്കെയാണ്. ഇനി ഡിജിറ്റ് സം മെത്തേഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, 9 എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് ഒരു നമ്പറിനെ 9 എന്ന നമ്പർ കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ എന്താണ് റിമൈൻഡർ വരിക? ആ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഒരുപാട് പ്രോബ്ലങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ആൻസറിനകത്തേക്ക് എത്തിക്കാൻ പറ്റും. യൂണിറ്റ് ഡിജിറ്റ് കാൽക്കുലേഷൻ മസ്റ്റായിട്ട് അറിയണം. ഒരു ഓപ്പറേഷൻ ചെയ്താൽ ആ ഓപ്പറേഷനകത്ത് ഫൈനലാകുന്ന ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ ആര് വരും? ആ സാധനമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേഷൻ മെത്തേഡിലുള്ള ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. അടുത്ത് നോക്കേ, സ്ക്വയേഴ്സ് ആൻഡ് റൂട്ട്സ്. മിനിമം നമ്മൾ ഒരു 1 മുതൽ 30 വരെയുള്ള സ്ക്വയറുകൾ പഠിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷേ ക്ലാസ്സിലോട്ട് ബാക്കി നമുക്ക് അവിടെ സംസാരിക്കാം. 20 എണ്ണം പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്. അല്ലെങ്കിൽ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയൊക്കെ നമ്മുടെ കയ്യിൽ വേറെ ഉണ്ടെന്നേ. അടുത്ത നോക്കേടാ, ഡിവിസിബിലിറ്റി, അതുപോലെ പ്രൈം നമ്പേഴ്സ് മസ്റ്റായിട്ട് നോക്കി വെക്കണം. എന്തുകൊണ്ടാണ് ഇതൊക്കെ നോക്കുന്നതെന്ന് ചോദിച്ചാൽ, ചോദ്യം കാണുമ്പോൾ നമുക്ക് വർക്കാവണം. ആക്ച്വൽ സ്റ്റെപ്പ് ചെയ്യാൻ പാടില്ല, മറിച്ച് എനിക്കവിടെ എന്ത് വർക്കാവുകയും വേണം? എലിമിനേഷൻ വർക്കാവുകയും വേണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അടുത്തത് സ്ലാഷ് മെത്തേഡ്. LCM HCF കണ്ടുപിടിക്കാൻ ഞാൻ കണ്ടുപിടിച്ച മെത്തേഡാണ് സ്ലാഷ് മെത്തേഡ്. ഒന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്യുന്നതായ രീതി തന്നെ, അതിനെ ഒന്ന് അടുക്കും ചിട്ടയോടും കൂടി ഞാൻ എൻ്റേതാകുന്ന രീതിയിൽ മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. പിന്നെന്താ ഉള്ളത്? ഡെസിമൽസ് എന്ന് പറയുന്ന സാധനം, ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന സാധനം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൺവേർഷൻസ് അത് വേണം. ബോർഡ് മാസ് എന്ന് പറയുന്ന സാധനം പഠിക്കണം. ആൽജിബ്ര, അവിടെ വാല്യൂ പുട്ടിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് കേട്ടോ. ആൽജിബ്ര വാല്യൂ പുട്ടിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ സിംപ്ലി ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എഴുതുക x പ്ലസ് 9/x എന്ന് പറയുന്നത് 10 ആണെന്നിരിക്കട്ടെ. എങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് ഒരു ഇപ്പം എന്തു പറയാം, ഒരു 9/x² എന്ന് പറയുന്നത് എന്തു വരുമെന്ന് ചോദിച്ചു എന്നിരിക്കട്ടെ. ഓക്കെ ആണോ? അല്ലേ വേണ്ട, 9² x² എന്ന് പറഞ്ഞാൽ എന്തു വരുമെന്ന് ചോദിച്ചു എന്നിരിക്കട്ടെ. സിംപ്ലി എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ 10 ഇവിടെ കിട്ടാൻ എക്സ് എന്ന് പറയുന്ന ആളിന് 9, ഇവിടെ 9 കൊടുത്താൽ മതി. 9/9 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 1. 9 ഒന്നുകൂടെ കൂട്ടി എത്ര വരുന്നത്? 10. ഇതെനിക്ക് അറിയാമെങ്കിൽ എക്സിൻ്റെ വാല്യൂ 9 ആണെന്ന് ചിന്തിക്കാൻ പാടില്ല. ഈ 9 ആകുന്ന വാല്യൂവിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്താൽ 9-ൻ്റെ സ്ക്വയർ 81 പ്ലസ് 9-ൻ്റെ സ്ക്വയർ ബൈ 9-ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ഈസ് ഈക്വൽ ടു 81 പ്ലസ് 1 എന്ന് പറയുന്നത് 82. കണ്ടോ? വാല്യൂ പുട്ടിംഗ് മെത്തേഡാണ്. ജസ്റ്റ് കാര്യം കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന്, എനിക്ക് എന്ത് വാല്യൂ ഇട്ട് കൊടുക്കണമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു, എനിക്ക് ആൻസർ കിട്ടി. ഇതാണ് വാല്യൂ പുട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാകുന്ന മെത്തേഡ്സ് വേണം. ഇനി അരിത്തമെറ്റിക് സീരീസ്, അതായത് ഞാനവിടെ ഒരു ചെറിയൊരു സാധനം കാണിച്ചു തരാവേ. അതായത് ഇപ്പോൾ 1, 2 അങ്ങനെ ഞാനിവിടെ 100 വരെ എഴുതി വെച്ചു.
ഈ പറയുന്നവൻ്റെ സമ്മ് എന്ന് പറയുന്നത് 1 തൊട്ട് 100 വരെ കൂട്ടുമ്പോൾ എന്താണ് സമ്മ് വരുന്നതെന്നൊരു ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഓർത്ത് വെക്കുന്നത് ഇങ്ങനെയാണ്. 100 99 തിരിച്ചങ്ങോട്ട് എഴുതിയതാ ഇവിടെ വരെ കൊണ്ടുവെക്കും, ഒന്നൊന്ന് കൊണ്ടുവെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വരയിട്ട് അങ്ങോട്ട് മാറ്റും. 100 ഒന്നുകൂടെ എടുക്കുമ്പോൾ 101, 99 രണ്ടും കൂടെ എടുക്കുമ്പോൾ 101. അങ്ങനെ എല്ലാ 101കളും കൂടെ ചേർത്തിട്ട് എത്ര എണ്ണം ഉണ്ടാകും? 100 101കൾ ഉണ്ടാവും. ശരിയാണോ? എത്ര 101 ഉണ്ടാവും? 100 101കൾ ഉണ്ടാവും. എത്ര 101 ഉണ്ടാവും? 100 101. ഇനി 101 ഗുണം 100 എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 100 വരെ 2 തവണ കൂട്ടുന്നതിന് തുല്യമാണ്. എനിക്കതിൻ്റെ പകുതി മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 തൊട്ട് 100 വരെയുള്ളതിൻ്റെ സമ്മ്. ഇത് ഞാൻ ചെയ്തതല്ല, ശ്രീനിവാസ രാമാനുജൻ്റെ മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ ചെയ്തു, ശരിയാ എങ്കിൽ ഇതിനൊരു ബേസിക് ഇക്വേഷൻ ഉണ്ട്. അതാണ് നമ്മൾ പഠിക്കുന്ന n × n+1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന സാധനം. അതാ നോക്കേ, എത്ര 100, 1 തൊട്ട് 100 വരെ ഉള്ളതിൻ്റെ സമ്മ് എന്ത് ചെയ്യണം? 100ൻ്റെ കൂടെ 1 കൂട്ടി എഴുതി അതിനെ പകുതി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. n × n+1/2. ഇതേപോലെ ഈവൻ നമ്പറുകളാകുന്ന ആളുകളുടെ സമ്മുണ്ട്, ഓഡ് നമ്പറുകളാകുന്ന ആളുകൾക്ക് സമ്മുണ്ട്, ഇങ്ങനെ പിന്നെ ക്യൂബുകളാകുന്ന ആളുകൾക്ക് സമ്മുണ്ട്, സ്ക്വയേഴ്സ് ആകുന്ന ആളുകൾക്ക് സമ്മുണ്ട്. ഇങ്ങനെയാകുന്ന ഓരോ സാധനങ്ങളുടെയും വിലകൾ നമ്മൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ടായിട്ട് ഒന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇത്രയുമാകുന്ന ടോപ്പ് 10 ആകുന്ന ടോപ്പിക്കിനകത്തൂടെ കടന്നു പോയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എലമെൻ്ററി ആകുന്ന ഭാഗത്തിൻ്റെ പഠന സമയം നമുക്ക് ഒരുപാട് കുറയ്ക്കാനും പറ്റും, നല്ല രീതിയിൽ തന്നെ പഠിച്ചു മാറ്റാനും പറ്റും. ഓക്കെ ആണോ? നല്ല രീതിയിൽ പഠിച്ചു മാറ്റാൻ പറ്റും. ഓക്കെ, ഓൾറെഡി കയ്യിൽ സാധനം വെച്ചിട്ടാണ് നമ്മൾ അവനെ സമീപിക്കുന്നത്. അപ്പോൾ അവൻ വളഞ്ഞു തരും, നമ്മളങ്ങ് പഠിച്ചങ്ങ് എടുത്തോണം, പറ്റൂടാ. അടുത്തതാകുന്ന സാധനം നോക്കേ, എപ്പോഴും ബേസിക്സിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. കൂട്ടാനും കുറയ്ക്കാനും അറിയാത്തവൻ ആദ്യമേ ഡിവിഷൻ പോയി ചെയ്യണ്ട. ആദ്യം കൂട്ടിയിട്ട് കുറയ്ക്കണം, കുറച്ചിട്ട് പിന്നെ മൾട്ടിപ്ലിക്കേഷനിൽ പോയാൽ മതി. അത് കഴിഞ്ഞ് ഡിവിഷൻ മതി. ആ ഒരു ഓർഡർ എപ്പോഴും ഫോളോ ചെയ്യുക. അതായത് ഉദ്ദേശിച്ചത് ആദ്യം ഡിവിഷൻ പ്ലസ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഏറ്റവും ചെറുതാകുന്ന കാര്യം ആദ്യം പഠിക്കുക, അത് കഴിഞ്ഞ് വലുതിനകത്തേക്ക് പതുക്കെ കയറി വാ. ഓക്കെ ആണോ? ഇനി സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുവാൻ ഈ പറയുന്ന ടോപ്പ് 10 ആകുന്ന ടോപ്പിക്സ് തന്നെ ധാരാളമാണ്. എന്നിരുന്നാലും എല്ലാ ആളുകൾക്കും വലിയൊരു ഡൗട്ടാണ്, ഒരുപാടാകുന്ന ആളുകളും എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, 4 സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതിയ ആൻസർ കിട്ടി. ഈ 4 സ്റ്റെപ്പിനകത്തുള്ള ചിലതാകുന്ന സ്റ്റെപ്പ് എനിക്കറിയാം, ഇത് ഇന്നതുപോലെ വന്നാൽ ഇത് ഇന്നതുപോലെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ 4 സ്റ്റെപ്പിന് പകരം ഒറ്റ സ്റ്റെപ്പ് എഴുതി ആൻസറിനകത്തേക്ക് കൊണ്ടുവന്നു. അവിടെ എന്താ സംഭവിച്ചേ? ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എഴുതിയുള്ളൂ, കൂടുതലായ കാര്യങ്ങളും എന്തായിരുന്നു? ചിന്തിക്കുകയാണ്. സോ മോർ ടു തിങ്ക്, ലെസ് ടു റൈറ്റ്. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം കുറച്ച് എഴുതുക, ഒരുപാട് ചിന്തിക്കുക. ഇനി എന്ത് ചെയ്യുക? മാക്സിമം ആകുന്ന രീതിയിൽ നമ്മുടെ ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് മറ്റൊരു വഴി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി എപ്പോഴും ബേസിക്സിൽ നിന്ന് വേണേൽ സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, എലമെൻ്ററി ഭാഗം പഠിച്ചിട്ടേ ആപ്ലിക്കേഷനകത്തോട്ട് പോകാവൂ. അല്ലാതെ ആപ്ലിക്കേഷൻ ടൈം ആൻഡ് വർക്ക് പഠിച്ചിട്ട് LCM HCF പഠിക്കാൻ ഇരിക്കരുത്. LCM HCF പഠിച്ചവൻ മാത്രമേ ടൈം ആൻഡ് വർക്ക് ചെയ്യാവൂ, കേട്ടോ. അടുത്തതാകുന്ന ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എടാ, ഈ റിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? മക്കളെ, ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് കുറച്ച് നോട്ട് എടുത്ത് എഴുതി വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഈ എഴുതി വെച്ചതാകുന്ന നോട്ടുകൾ നമ്മൾ എല്ലാ ദിവസങ്ങളിലും മാക്സിമം ഡെയിലി റിവിഷൻ വെക്കണം. അതായത് നമ്മൾ നേരത്തെ 1+1+1 എന്ന് പറഞ്ഞില്ലേ, ഇതിൽ നമ്മൾ ആദ്യത്തെ 2 മണിക്കൂറുകളെന്ന് പറയുന്നത് പുതിയതാകുന്ന കാര്യങ്ങളെ പഠിച്ചെടുക്കുകയും അവസാനിക്കുന്ന ആ 1 മണിക്കൂറെന്ന് പറയുന്നത് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുകയും എന്ന രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ നമ്മുടെ ഈ റിവിഷൻ എന്ന് പറയുന്നത് മാക്സിമം സ്പീഡാക്കണമെന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോട്ടുകളൊക്കെ എഴുതി തന്നെ വെച്ചിരിക്കണം. ഞാൻ ഏത് ചോദ്യമാണ് പഠിച്ചത് എന്ന് കൃത്യമായി എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളെ തന്നെ പേപ്പർ മുഖാന്തരം എടുത്ത് നോക്കി തന്നെ എനിക്ക് റിവിഷൻ ചെയ്യാൻ പറ്റണം. അതായത് രണ്ടാമതൊരു തവണ കൂടെ ചോദ്യം എഴുതണമെന്നല്ല ഞാൻ പറഞ്ഞത്, ചോദ്യത്തിന് ഇനി വായിക്കാനുള്ള സമയമാണ്, അതിനെ ഒന്നുകൂടെ ചെയ്തു നോക്കാനുള്ള സമയമാണ്. റിവിഷൻ്റെ സമയം കുറച്ച് കുറഞ്ഞ് കിട്ടും പേപ്പർ കയ്യിലുണ്ടെങ്കിൽ, എഴുതിയ നോട്ടുകൾ കയ്യിലുണ്ടെങ്കിൽ. അതേസമയം തന്നെ റിവിഷൻ ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്ന കാര്യം മറക്കരുത്, പുതിയ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കിയിട്ട്. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു 40 ദിവസത്തേക്കുള്ള പ്ലാൻ സെറ്റ് ചെയ്യണം. ഞാനൊരു ഡമ്മി സാധനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എടാ, അതാ ഇങ്ങോട്ട് നോക്കേ. ഞാൻ നിങ്ങളുടെ അടുത്ത് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞില്ലേ? ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ആകുന്ന സാധനത്തിന് വേണ്ടി നിങ്ങൾ ചിലവാക്കേണ്ടത് മാക്സിമം ഒരു 7 ദിവസമാണ്. അതിന് മുകളിലേക്ക് പോകരുത്. മീൻസ് 7 ദിവസം എന്തിനാന്ന് ചോദിച്ചാൽ മാക്സിമം പ്രാക്ടീസ് ചെയ്യാനാണ്. ചോദ്യം കണ്ടു, കോൺസെപ്റ്റ് മനസ്സിലായി, കളയരുത്. നിങ്ങളായിട്ട് തന്നെ കുറേ ചോദ്യങ്ങൾ ഇടണം. ഇപ്പോൾ നിങ്ങൾ ഇടുക ഒരു 35 ഗുണം 11. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ അറിയാം. ഇപ്പോൾ ആദ്യമേ നിങ്ങൾ എഴുതി 5 എഴുതി, 5 3 കൂടെ കൂട്ടി എഴുതി 8 എഴുതി, ഇനി അവസാനത്തെ 3 എഴുതി. ആൻസർ 385 എന്ന് വന്നെന്നിരിക്കട്ടെ, വേണമെങ്കിൽ ഗുണിച്ച് പോയിക്കോ. താണ്ടേ 35, ദാ ഇവിടെ ഒരു 35 അങ്ങോട്ട് എഴുതി നോക്കേ. 5 8 3. ഞാൻ എങ്ങനെയാടാ ഈ പെട്ടെന്ന് എഴുതി? എനിക്ക് ടിപ്പ് അറിയാം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾക്കത് അറിഞ്ഞൂടാ എന്നാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ ഇപ്പോൾ 65 ഗുണം 11 അപ്പോൾ എത്ര വരും?
ഇനി 73 ഗുണം 11 എത്ര വരും എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാര്യമായിട്ടുള്ള 7 ദിവസം പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാകുന്ന 7 ദിവസം കൊണ്ട് നിങ്ങൾ അത് കവർ ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എലമെൻ്ററി ആകുന്ന ഭാഗം, അതായത് നമ്മുടെ ലെയർ 1 എന്ന് പറയുന്ന സാധനമില്ലേ, ആ ലെയർ 1 ആകുന്ന സാധനത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 7 ദിവസം കൊണ്ട് അങ്ങ് പഠിച്ചു തീർക്കാനുള്ള ശ്രമം നോക്കണം. ഓക്കെ ആണോ? ഈ 7 ദിവസം കൊണ്ട് ഇവനെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഈ 7 ദിവസം എന്ന് പറയുന്നത് ധാരാളമാണ് എലമെൻ്ററി ഭാഗം ലെയർ 1 പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പഠിക്കുന്നതാകുന്ന പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ, അതാത് ദിവസങ്ങളിൽ പഠിച്ചവനെ റിവിഷൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. ഓക്കെ ആണോ? ഇനി ഈ 7-ാം ദിവസം കഴിഞ്ഞ് 8ാമതൊരു ദിവസം വരുമല്ലോ, ആ ദിവസം റിവിഷന് വേണ്ടി മാറ്റി വെച്ചോ. ആ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ പറയുന്നവനെ എടുക്കണ്ട. 9ാം ദിവസം തൊട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, എലമെൻ്ററി ആകുന്ന ഭാഗം പഠിച്ചു തുടങ്ങിയാൽ മതി. ഓക്കെ ആണോ? ഇനി 8 കഴിഞ്ഞ് ഒരു 7 ദിവസം കൂടെ ആയപ്പോൾ 15 ആയില്ലേ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ആകുന്ന ഭാഗം അല്ലെങ്കിൽ ലെയർ 2-നകത്തോട്ട് കയറാം. അവിടെയും നിങ്ങൾക്ക് എത്ര ദിവസം എടുക്കാം, ഒരു 7 ദിവസം എടുക്കാം. ഓക്കെ ആണോ? ഇനി ഈ 7 ദിവസം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും കുറഞ്ഞ സമയമാണ്. നിങ്ങൾക്കത് മാക്സിമം എത്ര വേണമെങ്കിലും കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല, പരീക്ഷ എന്നാണെന്നുള്ളത് കൂടെ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ ആണോ? ഇപ്പോൾ എത്രയായി, 7 7 14 1 15 7 എത്രയായിടാ, 22ആയി. ഇതിനിടയിൽ നിങ്ങൾക്കൊരു ഗ്യാപ്പ് എടുക്കാം, ഒരു 1 ഡേ. എന്തിനാ? കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചതിൻ്റെ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്താ പഠിച്ചതിൻ്റെ ദിവസങ്ങളെന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിൻ്റെ റിവിഷന് വേണ്ടിയിട്ട്. അപ്പോൾ 7 1 8 15 16 7 എത്രയാടാ, 23. ഇനി എന്ത് ചെയ്യണം, ലെയർ 3 എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾക്ക് മാക്സിമം ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നിരുന്നാലും അവിടെ നിങ്ങൾക്ക് എത്ര ദിവസം തന്നെ എടുക്കാം, ഒരു 7 ദിവസം തന്നെ എടുക്കാം. ഇനി ആക്രാന്തം കാണിക്കരുത്, 7 ദിവസം മതി തൽക്കാലം, പ്ലസ് ഒരു ദിവസം എന്ത്, ഈ പറഞ്ഞതിനെല്ലാത്തിനും കൂടെ റിവിഷൻ. ഇപ്പോൾ എത്ര ദിവസമായി, 7 8 15 16 23 30 31 ദിവസമായി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അവശേഷിക്കുന്ന 8 ദിവസമുണ്ട്. ചാലാമാല പഠിച്ചു. ഈ പഠിച്ചതാകുന്ന സാധനത്തിനെ മൊത്തം പിന്നെയും ഇഴകീറി അങ്ങോട്ട് ഇട്ട് പഠിച്ചേക്കണം. ഓക്കെ. ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 15th ഡേ എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ച് സെറ്റായി തുടങ്ങുന്നു എന്ന് എനിക്ക് തോന്നുന്നതാകുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഏതാ, നിങ്ങളുടെ ഈ 15ാമത്തെ ദിവസമാണ്. അന്ന് മുതൽ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ കൂടി ചെയ്തു തുടങ്ങണം. ഓക്കെ ആണോ? 15ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ്, ആദ്യം തൊട്ടേ അങ്ങ് മോക്ക് ടെസ്റ്റ് ചെയ്യാനിരുന്നാൽ മടുത്തു. കാര്യം എന്താ, ഒന്നും അറിഞ്ഞുകൂടാ. എന്തേലും പഠിച്ചായിട്ട് വേണ്ടേ കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് ഉത്തരമെങ്കിലും ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 10 ചെയ്യുമ്പോൾ 2 ആൻസർ കിട്ടണ്ടേടാ. അതിന് ഈ 15ാമത്തെ ദിവസം തൊട്ട് തന്നെ തുടങ്ങിയാൽ മതി. ഇനി മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ആ പറഞ്ഞ 1+1+1 നിന്ന് സമയം എടുക്കരുത്, അല്ലാതൊരു സമയം വേണം എടുക്കാൻ. മാക്സിമം ഒരു 30 മിനിറ്റോ 45 മിനിറ്റിനോ അകത്തുള്ള സമയം മതി മോക്ക് ടെസ്റ്റ്. ഓക്കെ ആണോ? ചെയ്ത് തന്നെ മുമ്പോട്ടേക്ക് പോകണം. പിന്നെ ഈ 8ാം ദിവസം, ഈ 8 ദിവസത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മോക്ക് ടെസ്റ്റിന് വെറും റെസ്റ്റേ കൊടുക്കരുത്, ചെയ്തുകൊണ്ടങ്ങിരുന്നോണം. എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒക്കെ ചെയ്തു. എന്ന് വെച്ച് ഈ സബ്ജക്റ്റ് മാത്രം പഠിച്ചുകൊണ്ട് വേറെ സബ്ജക്റ്റ് പഠിക്കരുതെന്നല്ലേ പറഞ്ഞേ. ശരി. ഇനി താണ്ടേ അവസാനത്തെ 10 ദിവസങ്ങൾ, അല്ലെങ്കിൽ ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഒരു ജസ്റ്റ് ഒരു മോക്ക് പോലെ എഴുതിയെന്നേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ ആ ഇടയിലുള്ള ഗ്യാപ്പുകൾ കൂട്ടിയിട്ടില്ല. ഈ 10 ദിവസം എന്ന് പറയുന്നത്, അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് പോലെ 8 ദിവസം ഫുള്ളായിട്ട് റിവിഷൻ കൊടുക്കുക. 15ാമത്തെ ദിവസം മുതൽ തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങുക. ഇത്രയും ആകുന്ന കാര്യങ്ങളാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിനകത്തുള്ള നിങ്ങളുടെ ഏറെക്കുറെയുള്ള ഡൗട്ടുകളെല്ലാം തന്നെ തീരണം. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ എഴുതിയിരിക്കുന്നതാണ്. ആദ്യം എനിക്ക് എന്നെ ഒരു വിശ്വാസം വേണം. ഇനി ഞാൻ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിലെനിക്കൊരു വിശ്വാസം വേണം. എൻ്റെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയാൻ വേണം. അതിനകത്ത് ഒരു കാരണവശാലും ഞാനൊരു കോംപ്രമൈസ് വരുത്താനും പാടില്ല. രക്ഷപ്പെടും. ഉറപ്പായിട്ടും അടുത്ത ലിസ്റ്റിൽ തന്നെ കയറും. ബൈ.